ഹലോ ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ പേരൻറ്റുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒലിവിയ ഡിസൈൻസുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ കുറേ നാൾക്ക് മുമ്പ് സംസാരിച്ചിരുന്നു. ഒരു ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനമായിരുന്നു. അവിടെ കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന കുട്ടികൾക്കെതിരെ നടന്നിരുന്ന ചൂഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ സമാനമായ മറ്റൊരു സംഭവം കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അത് കൊല്ലം RK വെഡ്ഡിംഗ് മാളിലെ തൊഴിലാളികൾക്കെതിരെ നടക്കുന്ന ചൂഷണം, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് സംബന്ധിച്ച ഒരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോ ആണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാം. അതിന്റെ ഹൈലൈറ്റ്സിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ ഗോഡൌണിൽ സ്ത്രീകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ലാഡർ പോലും കൊടുക്കാതെ, ഒരു സ്റ്റൂൾ പോലും കിടക്കാതെ ഇത്രയും ചൂടത്ത് അവരെ എടുത്ത് പണിയെടുപ്പിക്കുക അവിടെ ചെയ്യുന്നു. ഹോസ്റ്റലിലെ പിള്ളേരെ രാത്രി 12 മണി വരെ ആയിട്ട് പണിയെടുപ്പിക്കുന്നത്. പിന്നെ അവര് റൂമിലെത്തുമ്പോൾ 2 മണി 3 മണി കുളിച്ച് ഫ്രഷായി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവര് നേരം വെളുക്കും. ഈ ഓണത്തിന് നല്ല കച്ചവടം നടക്കണം, അതിനൊക്കെ ഞങ്ങളെ ആവശ്യമുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ 50 ഡ്രൈവർ വേണമെന്ന് പറഞ്ഞാൽ 50 ഡ്രൈവർമാർക്ക് പരസ്യം കൊടുത്ത് 50 ഡ്രൈവർമാർക്ക് ഓണം കഴിഞ്ഞപ്പോൾ 50 പേരെയും പറഞ്ഞു വിട്ട്. ലോയൽറ്റി പോകണമെങ്കിൽ 4ാമത്തെ നിലയിൽ നിന്ന് ഇവിടെ വരണം. 4ാമത്തെ നിലയിൽ നിന്ന് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരണം. അത് അവർ 16 വട്ടം ചെക്കിംഗ് ആണ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാല് അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര സ്റ്റാഫിനെ, എത്ര ലേഡി സ്റ്റാഫിനെ ഇവിടുന്ന് ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. RK വെഡ്ഡിംഗ് മാൾ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. അവരുടെ 7ാമത്തെ ഷോറൂമാണ് കൊല്ലത്തുള്ളത്. അന്ന് അത് ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ചിയാൻ വിക്രമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം പോപ്പുലാരിറ്റി കൊണ്ടായിരുന്നു ഈ ഷോറൂമായിട്ട് ബന്ധപ്പെട്ട്. ഈ ഷോറൂമിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രശ്നത്തിന്റെ ഹൈലൈറ്റ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് നമ്മൾ പോകും. ഇതിപ്പോൾ നമ്മൾ ഇതിന്റെ റിയാക്ഷൻ എടുത്തിരിക്കുന്നത് തൊഴിലാളികളുടെ പ്രതികരണം മാത്രമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട RK മാളിന്റെ ഏതെങ്കിലും രീതിയിൽ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പുകളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ ഇതുവരെ കണ്ടിട്ടില്ല ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയം വരെ. ഈ തൊഴിലാളികൾ പറഞ്ഞ വിഷയമാണ് നമ്മൾ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ലേബർ നിയമങ്ങൾ, തൊഴിലാളി നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. പല വിഷയങ്ങളോട് ബന്ധപ്പെട്ട് അവിടെയുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി, സ്ത്രീ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ചില കൺസിഡറേഷൻസ് ഉണ്ട് അല്ലെ. അസംഘടിത മേഖലയിലാണ് ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ ജോലി ചെയ്യുന്ന, സെയിൽസ് ഗളകട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ നടന്ന കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇവര് മുഴുവൻ നേരവും നിർത്തി ജോലി ചെയ്യിക്കുന്നത് ശരിയല്ല, ഇരിക്കാനുള്ള സംവിധാനങ്ങൾ വേണം, അതേപോലെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നഗ്നമായ ലംഘനമാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവർ പറയുന്നത് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്ത് പോവാം. ഈ ഓണത്തിന് നല്ല കച്ചവടം നടക്കണം, അതിനൊക്കെ ഞങ്ങളെ ആവശ്യമുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പ്രസ്ഥാനത്തെ ഇത്രയാക്കിയത് ഞങ്ങളുടെ തുള്ളിലെ ഓരോ നേരം ചോരയാ, അറിയോ? മറ്റുള്ള ഷോപ്പുകളിലൊക്കെ 10-12 വർഷമായിട്ട് വർക്ക് ചെയ്തിരുന്ന ചേച്ചിയാണ്. ഒരു അമ്മ ഉണ്ടായിരുന്നു ഇവിടെ സംസാരിച്ചിരുന്നത്. ഈ അമ്മയാണെങ്കിൽ 10-12 വർഷമായിട്ട് വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അവരെയൊക്കെ വലിയ വലിയ തുകകൾ കാണിച്ചിട്ട് വാഗ്ദാനം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവസാനം ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി വേണം. ഇവിടെ 50 ഡ്രൈവർ വേണമെന്ന് പറഞ്ഞാൽ 50 ഡ്രൈവർമാർക്ക് പരസ്യം കൊടുത്ത് 50 ഡ്രൈവർമാർക്ക് ഓണം കഴിഞ്ഞപ്പോൾ 50 പേരെയും പറഞ്ഞു വിട്ട്. ഇവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും പുറത്തറിയുന്നില്ല. ഉണ്ടായിസോ കാണിക്കുന്നത് വിളിച്ച്. ഓണത്തിന് മുമ്പ് എത്ര സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു, ഓണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇവിടുത്തെ രജിസ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എത്ര പേര് പറഞ്ഞോട്ട് പ്രതികരിക്കാൻ പറ്റാത്ത എത്ര സ്റ്റാഫുകളെ പറഞ്ഞു വിട്ടു ഇവര്. കുറവ്, അവിടെ എല്ലാം സാലറി കുറവ്. ഇവിടെ സാലറി കൂടുതലായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് ശമ്പളം തരാം, എല്ലാ ആനുകൂല്യങ്ങളും തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കയറ്റിയത്. ഇവിടുന്ന് 2-ാം തീയതി വൈകുന്നേരം ആശുപത്രി കൊണ്ടുപോയതാ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലീവ് ചോദിച്ച് ലീവ് തന്ന് എനിക്കിവിടെ വന്നപ്പോൾ പിന്നെ എന്നെ തിരുവനന്തപുരത്ത് പോകണമെന്നാണ് ഇവർ പറയുന്നത്. ഇനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ ആൻഡ് ഫയർ എന്ന് പറയുന്ന ഈ കോർപ്പറേറ്റ് മേഖല അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് മേഖലയിൽ നിലനിൽക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ഹയർ ആൻഡ് ഫയർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ഥാപനത്തിന് ആവശ്യം വരുമ്പോഴേക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് ഒരു പ്രത്യേക ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി വൻതോതിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യും. അതിനുശേഷം ആ ഒരു കാര്യം അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വരികയോ അല്ലെങ്കിൽ അവരുദ്ദേശിച്ച കാര്യം സംഭവിച്ചു, ഇനി ഇത്രയും അധികം എംപ്ലോയീസ് ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ ഈ ഹയർ ചെയ്ത ആൾക്കാരേക്ക് അതേപോലെ തന്നെ പിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഹയർ ആൻഡ് ഫയർ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ RK വെഡ്ഡിംഗ് മാളിന്റെ ഉദ്ഘാടനം നടക്കുന്നത് 2 മാസം മുൻപാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉത്സവ സീസണിന് തൊട്ട് മുൻപ് ആരംഭിച്ചിട്ടുള്ള ഒരു മോളാണിത്.
ചിയാൻ വിക്രം വന്നുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അതിന് ശ്രദ്ധ നേടിയിട്ടുണ്ടാവും. പിന്നീട് തുടർന്ന് വരുന്ന ഓണം പോലെയുള്ള ഉത്സവ സീസണാണ്. അവിടെ ഉറപ്പായിട്ടും നല്ല കച്ചവടം നടക്കും. ഇതനുസരിച്ചാണ് ഒരു വൻതോതിൽ സ്റ്റാഫിന് എടുത്തിരിക്കുന്നത്. അതാണ് ഈ സ്റ്റാഫുകൾ പറയുന്നത്. ഓണത്തിന് വലിയ കച്ചവടം നടന്നു, അതിനുശേഷം ഇവരെ ഒഴിവാക്കി. അതേപോലെ അതിനകത്ത് മറ്റൊരു വ്യക്തി പറയുന്നുണ്ട് 50ഓളം ഡ്രൈവറെ വേണം എന്ന് പറഞ്ഞ് ഹയർ ചെയ്തിട്ട് ഓണം കഴിഞ്ഞ ഉടൻ തന്നെ 50 പേരെയും പിരിച്ചുവിട്ടു. പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ അന്നേരത്തെ ആവശ്യത്തിന് വേണ്ടി ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ കരിയർ നശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിലൊരു അമ്മച്ചിയുടെ കാര്യം പറഞ്ഞല്ലോ, 10-12 വർഷമായിട്ട് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവരെ അവിടെ നിന്ന് വലിയ തോതിൽ ഓഫർ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവരിക. 2 മാസം തൊട്ട് മുന്നേ ആരംഭിച്ച ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ജോലിയില്ല എന്ന് പറഞ്ഞ് പിരിച്ചുവിടുക. അവരൊരു വളരെ ലോയലായ ഒരു എംപ്ലോയി ആയിരുന്നു. 12 വർഷം എന്നൊക്കെ പറയുമ്പോഴേക്കും ആ സ്ഥാപനത്തിന് ഇവർക്ക് അങ്ങോട്ടും ഒരു ലോയൽറ്റി ഉണ്ടാവും. ആ ലോയൽറ്റി തകർക്കുക മാത്രമല്ല, ഇവരുടെ ഭാവി ആശങ്കയിലാക്കുക കൂടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള സ്ത്രീകളെന്ന് പറയുന്നുണ്ട് അവർ വേറെ വേറെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതാണ്, അവിടെ കുറഞ്ഞ ശമ്പളമായിരുന്നു. കൂടിയ ശമ്പളം നൽകുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മളാണെങ്കിൽ പോലും എല്ലാവരും അങ്ങനെ തന്നെയാണ്. മെച്ചപ്പെട്ട സാലറി ലഭിക്കുക അല്ലെങ്കിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അതിലേക്ക് ജോലി മാറിപ്പോവും. അതിനാരെയും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു മോഹന വാഗ്ദാനം കൊടുത്ത് അവരെ കൊണ്ടുവന്നിട്ട് ഇവരെ വഞ്ചിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ നിന്ന് വ്യക്തികളെ പിരിച്ചുവിടുമ്പോൾ വ്യക്തമായ കാരണങ്ങൾ പറയണം, വ്യക്തമായ നോട്ടീസ് പീരീഡ് ഒക്കെ വേണം. 2 മാസം മാത്രമായിട്ടില്ല. ജൂലൈയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആയി. കുറഞ്ഞ നോട്ടീസ് പീരീഡ് ഒരു 30 ദിവസം നോട്ടീസ് പീരീഡ് എങ്കിലും വേണം ഒരാളെ പറഞ്ഞു വിടുന്നതിനുണ്ട്. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാള് അസുഖം ബാധിച്ച് അയാൾ ലീവ് എടുത്ത് തിരിച്ചു വരുമ്പോൾ പിന്നെ ഇവിടെ ജോലി ചെയ്യേണ്ടെന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ അവിടെ നിന്ന് ആൾക്കാരെ ഫയർ ചെയ്തിരിക്കുന്നു. കടുത്ത അനീതിയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇവർ പറയുന്ന മറ്റൊരു വിഷയം നമുക്ക് കേട്ടു നോക്കാം. സ്റ്റാഫിന് തുപ്പാൻ പോലുള്ള സൗകര്യം ഏറ്റവും മുകളിൽ തുപ്പാൻ പോലുള്ള സൗകര്യം യൂറിൻ പാസ് ചെയ്യൽ അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ ഇറങ്ങി 4 നില ഇറങ്ങി താഴെ പറഞ്ഞ യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേഡീസിന് എന്ത് മാത്രം ഒരു ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ഇരിക്കാൻ ഒരു സുഖമുണ്ടെന്ന് കയറി നോക്കിനകത്ത് ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പറ എന്തിനിരിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, 5 മിനിറ്റ് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത് ജോലി കയറി കഴിഞ്ഞാൽ ഒരു സെക്ഷനിൽ ജോലി കയറി കഴിഞ്ഞാൽ നമ്മളെ ശ്വാസം പിടിച്ചു നിർത്തി നമ്മളെ ശ്വാസം മുട്ടിച്ചാണ് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. നമുക്കൊരു സ്വാതന്ത്ര്യം, നമുക്ക് മനസ്സമാധാനത്തിനകത്ത് വന്ന് കയറിയ ജോലി ചെയ്യാനുള്ള ഒരു സമാധാനം നമുക്ക് തരുന്നില്ല. ജോലിക്ക് പോകണമെങ്കിൽ 4ാമത്തെ നിലയിൽ നിന്ന് ഇവിടെ വരണം. 4ാമത്തെ നിലയിൽ നിന്ന് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരണം. അത് അവർ 16 വട്ടം ചെക്കിങ്ങാ. ജോലിക്ക് പോകണമെങ്കിൽ തപ്പി നിൽക്കും. ഫാക്ടറി ആക്ട് 1948 എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ് സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ അവർ ഏത് തൊഴിൽ മേഖലയിൽ ഏർപ്പെടുന്നോ അവിടെ ലഭിക്കേണ്ടുന്ന, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ലഭിക്കേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് അതിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫാക്ടറി ആക്ട് 1948 ചാപ്റ്റർ 5 അതിൽ പറയുന്ന കാര്യമാണ് incorporates provision to ensure the welfare of women workers. This includes establishment of canteens, restrooms, first aid boxes, facilities for sitting, washing, storing and drying clothes and crutches for women workers within the factory premises. പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ അവർക്ക് ക്യാൻറ്റീൻ സൗകര്യം ഉണ്ടാകണം, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം, റെസ്റ്റ് റൂംസ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇരിക്കാനുള്ള സൗകര്യം വേണം. പലപ്പോഴും ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ, സ്ത്രീകൾ അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഒന്ന് ഇരിക്കാനും പോലുമുള്ള സൗകര്യമില്ല എന്നുള്ളതാണ്. ഈ ക്യാമറ സർവൈലൻസിലൊക്കെ ഇരിക്കുമല്ലോ ഇവരുണ്ടാവുക. കസ്റ്റമേഴ്സിന് അവിടെ ഇരിക്കാനുള്ള കസരയിൽ പോലും ഒന്ന് കുറച്ചു നേരം ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് ശകാരിക്കുന്ന അല്ലെങ്കിൽ അവരോട് ചാടിക്കയറുന്ന അവസ്ഥകൾ വരെയുണ്ടെന്നാണ് ഈ വാർത്തയുടെ അടിയിൽ പലരും ഇട്ടിരിക്കുന്ന കമന്റുകൾ. ഇനി ഇവർ ഈ രീതിയിൽ ക്യാൻറ്റീനിലേക്ക് പോവുകയോ അല്ലെങ്കിൽ വാഷ്റൂമിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തും ചെക്കിംഗ് ആണെന്ന് പറയുന്നത് 10-15 തവണ ചെക്കിംഗ് ആണ് ഇവരുടെ. ഇവരെന്താ കള്ളന്മാരോ മോഷ്ടിക്കാൻ വന്നവരാണോ? തൊഴിലാളികളല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ചെക്ക് ചെയ്യുക, മൊത്തത്തിൽ പരിശോധിക്കുക, തിരിച്ചു വരുമ്പോൾ ചെക്ക് ചെയ്യുക, ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുക. എത്ര മോശമായ സാഹചര്യമാണെന്ന് ആലോചിക്കുന്നത്. നമ്മളെ ശരിക്കും അപമാനിക്കുന്നതിന് തുല്യമായിട്ട് നമുക്ക് തോന്നും. ശരിയാണ്, ചില സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിൽ മോഷണം നടക്കാറുണ്ട്. അതിന് പക്ഷേ ഈ ആളുകളെ എംബാരസ് ചെയ്യുന്ന രീതിയിലാണോ പ്രതിവിധികൾ കണ്ടെത്തേണ്ടതെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുക. 4ാമത്തെ നിലയിൽ വന്നിട്ട് വേണം വാഷ്റൂം ഉപയോഗിക്കാനായിട്ട്. അതാത് നിലകളിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് തന്നെ വാഷ്റൂം സൗകര്യം ഉണ്ടാവണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ മെൻസ്ട്രുവേഷൻ പീരീഡിലാണ് എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. 4 നിലകൾ ചവിട്ടിയിറങ്ങി കയറി വേണം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ എന്നൊക്കെ പറയുന്നത് എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വസ്ത്രങ്ങൾ സെല്ല് ചെയ്യുന്നതിന് അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്, ഒരു ദിവസം അതിന്റെ പ്രഷർ, ഇതൊക്കെ എല്ലാം ഇവരെ സഹിക്കുന്നതിന് പുറമെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന പോലുള്ള ക്രൂരമായ നടപടികൾ എടുക്കുന്നത്. തീരുന്നില്ല.
ഇവിടുത്തെ ഗോഡൌണിൽ സ്ത്രീകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ലാഡർ പോലും കൊടുക്കാതെ ഒരു സ്റ്റൂൾ പോലും കിടക്കാതെ ഇത്രയും ചൂടത്ത് അവരെ എടുത്ത് പണിയെടുപ്പിക്കുക അവിടെ ചെയ്യുന്നത്. ഇവിടുത്തെ ഗോഡൌണിൽ സ്ത്രീകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ലാഡർ പോലും കൊടുക്കാതെ ഒരു സ്റ്റൂൾ പോലും കിടക്കാതെ ഇത്രയും ചൂടത്ത് അവരെ എടുത്ത് പണിയെടുപ്പിക്കുക അവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഇതിനെ വീണ് പോയി കഴിഞ്ഞാൽ ഇല്ല. ഇവിടുന്ന് എനിക്ക് ആക്സിഡന്റ് പറ്റിയതാണ്. അതിന് ഇവര് വിളിച്ച് തിരക്കിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഈ റെഗുലേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസസ് ആക്ട് 1996 അതനുസരിച്ചിട്ട് അത് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ആണ് പ്രധാനമായിട്ടും അപ്ലൈഡ് ആയിട്ടുള്ളതെങ്കിലും ഏത് മേഖലകളിലും സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രത്യേകമായിട്ട് മെഷീനറീസ് ആയിട്ടൊക്കെ ഇടപെടേണ്ട സാഹചര്യമുള്ളപ്പോൾ അല്ലെങ്കിൽ അപകടകരമായ രീതിയിലാണ് സാഹചര്യമുള്ള തൊഴിലാണെന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നോക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണാം, സ്റ്റോർ റൂമിലെ ഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന ആ ഗ്രില്ലിനിടയിൽ ഇരുന്നിട്ടാണ് ഈ പെൺകുട്ടി വസ്ത്രങ്ങൾ താഴത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. തിരിച്ച് അതേപോലെ ഇടുന്നെങ്കിൽ ഇതവരെ എറിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഒരു സ്റ്റെപ്പ് ലാഡർ പോലും വെച്ചിട്ടില്ല. സ്റ്റെപ്പ് ലാഡർ തന്നെ അപകടകരമായ കാര്യമാണ്. കൃത്യമായ രീതിയിൽ നിന്ന് ഉയരത്തിൽ നിന്ന് വസ്ത്രം എടുക്കാനും തിരികെ വെക്കാനുമുള്ള സുരക്ഷിതമായ രീതികൾ വേണം. അതുപോലുമില്ല, ഒരു സ്റ്റെപ്പ് ലാഡർ പോലുമില്ല. ആ സ്ത്രീ എങ്ങനെയാണ് ഇനി താഴത്തേക്ക് ഇറങ്ങുന്നത് ഞാൻ ആലോചിക്കുന്നത്. താഴത്തേക്ക് ചാടേണ്ടി വരുമോ ആ സ്ത്രീ? പിടിച്ചിറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിന് അപകടം പറ്റിക്കഴിഞ്ഞാൽ അതിനകത്തൊരു സ്ത്രീ പറയുന്നുണ്ട് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് വെച്ച് തന്നെ അപകടം ഉണ്ടായി, ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അത്രയും മോശമായ ഒരു സാഹചര്യമാണ്. നമ്മൾ പുറമേ കാണുന്ന പകിട്ടുകളാണ് പലപ്പോഴും വസ്ത്ര വ്യാപാര രംഗത്ത് കാണുന്നത്. ഇതുപോലൊന്ന് സ്വപ്നങ്ങളിൽ മാത്രമെന്ന് പരസ്യങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. പക്ഷേ ആ സ്വപ്നങ്ങളിൽ കിടന്ന് നരകിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. പ്രാഥമികമായിട്ടുള്ള സുരക്ഷ പോലും ലഭിക്കാതെ ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യം. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാല് അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര സ്റ്റാഫിനെ, എത്ര ലേഡീസ് സ്റ്റാഫിനെ ഇവിടുന്ന് ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള. തല കറങ്ങി അവർ ആഹാരം പോലും കഴിക്കാതെ ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഹോസ്റ്റലിലെ പിള്ളേരെ രാത്രി 12 മണി വരെ ആയിട്ട് പണിയെടുപ്പിക്കുന്നത്. പിന്നെ അവർ റൂമിലെത്തുമ്പം 2 മണി 3 മണി കുളിച്ച് ഫ്രഷായി ഉറങ്ങാൻ കിടക്കുമ്പം അവർ നേരം വെളുക്കും. പിന്നെ അവരടുത്ത യൂണിഫോം എടുത്തിട്ടുണ്ട് ജോലിക്ക് വരും അവിടെ ചെയ്യുന്നത്. പിന്നെ അവരങ്ങനെ ശരീരം കൊഴിഞ്ഞ് വീഴാതിരിക്കും, അവർ തലചുറ്റി വീഴാതിരിക്കും. നിങ്ങൾ ഈ ആർക്കെങ്കിലും തെളിവ് വേണമെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്ന് തിരക്കി കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര കേസ് ഇവിടെ വരുന്നെന്നുള്ളത് അറിയാൻ പറ്റും. തല കറങ്ങി അവർ ആഹാരം പോലും കഴിക്കാതെ ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഹോസ്റ്റലിലെ പിള്ളേരെ രാത്രി 12 മണി വരെ ആയിട്ട് പണിയെടുപ്പിക്കുന്നത്. പിന്നെ അവർ റൂമിലെത്തുമ്പം 2 മണി 3 മണി കുളിച്ച് ഫ്രഷായി ഉറങ്ങാൻ കിടക്കുമ്പം അവർ നേരം വെളുക്കും. നേരത്തെ പറഞ്ഞ ഫാക്ടറി ആക്ടിൽ തന്നെയുള്ള കാര്യമാണ് സ്ത്രീകളുടെ ഹെൽത്തിനെ കുറിച്ച് പറയുന്ന കാര്യം. അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലായിരിക്കരുത് വർക്ക് എൻവയോൺമെന്റ് എന്നുള്ളത്, അല്ലെങ്കിൽ തൊഴിലിട സാഹചര്യം. പക്ഷെ ഇവിടെ പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ താമസിക്കുന്നവർ നേരിടുന്ന പ്രശ്നമാണ്. സാധാരണഗതിയിൽ നമ്മൾക്ക് 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂറൊക്കെയാണ് വർക്കിംഗ് അവേഴ്സ്. അതിൽ കൂടുതൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ടൈം കൊടുക്കണം എന്നുള്ള നിയമമാണുള്ളത്. പക്ഷേ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് രാവിലെ മുതൽ രാത്രി 12 മണി വരെയൊക്കെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് എത്ര മോശമായ അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 12 മണിക്ക് ഇവർ ജോലി കഴിഞ്ഞ് റൂമിലെത്തി ഒന്ന് കിടന്നുറങ്ങുമ്പോഴേക്കും നേരം വെളുക്കും. കൃത്യമായി ഉറക്കം ലഭിക്കില്ല. ഇപ്പോൾ നമ്മളൊരു കോർപ്പറേറ്റ് എൻവയോൺമെന്റിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതാണ്. കൃത്യമായിട്ട് റെസ്റ്റ് ലഭിക്കാതെ കാർഡിയക് അറസ്റ്റ് വന്ന കുട്ടിയുടെ കാര്യം. ഈ സംഭവങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. മോശമായ സാഹചര്യം. ഒരു പെൺകുട്ടി തല ഇറങ്ങി കിടക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടു. അല്ലെങ്കിൽ അടുത്ത ഹോസ്പിറ്റൽ റെക്കോർഡ്സ് പരിശോധിച്ചാൽ അറിയാം എത്രയധികം ആളുകളാണ് തലകറങ്ങി വീണിട്ട് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആളുകൾ കുഴഞ്ഞു വീഴുന്നത്. അത്തരം കേസുകൾ അവിടെയുള്ള ജില്ലാ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയിലാണ് അവിടെയുള്ള സ്റ്റാഫ് എന്നുകൂടി നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങനെ നോക്കി വരുമ്പോൾ നിരവധി നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട്. ജോലി സുരക്ഷ കൃത്യമായി വാഗ്ദാനം ചെയ്യുന്നില്ല. സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല. സുരക്ഷയുടെ കാര്യം വട്ടപൂജ്യം. അതിന്റെ മുകളിൽ കയറിയിരിക്കുന്ന കുട്ടി താഴെ വീണ് കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ആരോഗ്യസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. ഇതിലെല്ലാത്തിലും വളരെ മോശമായ രീതിയിലാണ് ഈ സ്ഥാപനം അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ ഇത്തരത്തിൽ അവരവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത് പലപ്പോഴും ഞാൻ ഇതിനു മുന്നേ മറ്റൊരു വസ്ത്രസ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ വീഡിയോയിലും പറഞ്ഞിരുന്നു. പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത് ഈ സ്ത്രീകളുടെ സാഹചര്യങ്ങളാണ്. അവരുടെ സാമ്പത്തിക ചുറ്റുപാടിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്തരം ചൂഷണങ്ങൾ നടക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ഈ ജോലിക്ക് അവരെ പോകാൻ പ്രേരിപ്പിക്കുന്നത്. അവരോട് വളരെ ലെയിമായിട്ടുള്ള എക്സ്ക്യൂസസ് പറയുക, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ സ്ഥാപനം പ്രതികരിക്കുന്നത്. അതിലൊരു സ്ത്രീയുടെ പ്രതികരണം നമുക്ക് കേട്ട് നോക്കാം. അതേ കണക്ക് ഞാൻ ഇവിടുന്ന് വയ്യാതെ പോയതാ. ഒരു ദിവസം ഉച്ചയ്ക്ക് ലീവ് എടുത്ത് പോയതാ. പിറ്റേന്ന് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ലീവ്, എനിക്ക് 10 ദിവസത്തെ ലീവ് വന്നു. ഞാൻ അറിയുന്ന പോലുമില്ല എനിക്ക് ലീവ് തന്നത്. ഞങ്ങൾക്ക് അറിഞ്ഞതുപോലെ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഞങ്ങൾ അറിയാതെ ലീവ് 14 ദിവസം ഞങ്ങൾ ലീവ് എടുത്ത് വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് തിരുവനന്തപുരത്ത് പോവാൻ.
അതെന്തൊരു ന്യായമാണ്? ഞങ്ങൾക്ക് പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. കമ്പൽസറി വെക്കേഷൻ എന്ന് പറയുന്ന സംഭവം എല്ലാ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്ത സ്ഥാപനങ്ങൾ ഉണ്ടാവാറുണ്ട് കമ്പൽസറി വെക്കേഷൻ. അത് പക്ഷേ നമ്മളുടെ വെൽബീയിങ്ങിന് വേണ്ടിയാണ്. ഒരു വർഷം തുടർച്ചയായി നമ്മൾ ജോലി ചെയ്യുന്നു, കുറച്ചു കാലം നമ്മൾക്ക് ഒരു റെസ്റ്റ് വേണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ബ്രേക്ക് വേണം എന്ന രീതിയിലാണ് ഈ കമ്പൽസറി വെക്കേഷൻ, മാൻഡേറ്ററി വെക്കേഷൻസ് ഒക്കെ നമുക്ക് തരുന്നത്. ചില സ്ഥാപനങ്ങളിൽ അത് 14 ദിവസമാണ്. ഇപ്പോൾ നമ്മളെ ആളുകൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന അവർക്ക് ഒരു വർഷം 30 ദിവസം ലീവ് അങ്ങനെ ലഭിക്കാറുണ്ട്. അത് പക്ഷെ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയാണ്. ഇവിടെ പക്ഷെ അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഈ ആളുകളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നടന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണല്ലോ ഇവർ തിരിച്ചു വന്നപ്പോഴേക്കും നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊള്ളാൻ. കൊല്ലത്ത് താമസിക്കുന്ന സെറ്റിൽഡ് ആയ കുടുംബത്തിലെ ഭാഗമാണ് സ്ത്രീ. എത്രയൊക്കെ നമ്മൾ സ്ത്രീ സമത്വമൊക്കെ പറയുന്നുണ്ടെങ്കിലും ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ പലപ്പോഴും ഓവർ ബേർഡൻഡ് ആണ്. ജോലിയിലെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ ഓവർ ബേർഡൻഡ് ആയ ഒരാളായിരിക്കും. അങ്ങനെയുള്ളവരിൽ പെട്ടവരാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഈ കാണുന്ന തൊഴിലാളികൾ. അവരോട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇനി നിങ്ങൾ തിരുവനന്തപുരത്തെ ഷോറൂമിലേക്ക് പോയിക്കോളൂ എന്നൊക്കെ പറയുന്നത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കറിയാം ഇവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ഈ ജോലി വിട്ടിട്ട് പോകേണ്ടി വരും. ഒരു തന്ത്രമായിട്ടാണ് ഈ ട്രാൻസ്ഫറും മാൻഡേറ്ററി വെക്കേഷനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ HR പരാതി പറഞ്ഞാൽ പോലും ഇവർക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ HR ഭാഗത്ത് നിന്ന് ഒരു രീതിയിലുമുള്ള പിന്തുണ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. HR എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, അതിനകത്തോട് കയറി അവർക്ക് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ പറഞ്ഞ ഇറങ്ങി നിങ്ങളോട് ആരും ഇവിടെ കയറി വരാൻ പറഞ്ഞു. എന്ത് അവകാശം ഉണ്ടെന്നാണ് നിങ്ങൾ സ്റ്റാഫുകൾക്ക് HR കംപ്ലൈന്റ്? ഇവിടെ ഇരിക്കുന്ന മാനേജർ ആയാലും MD ആയാലും ഇവിടുത്തെ GM ആയാലും ആരായാലും HR വാക്ക് എന്താണോ അത് മാത്രമേ കേൾക്കുന്നുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന്, വരുന്ന ജോലിക്കാരുടെ പ്രശ്നം എന്താണെന്ന് HR ഭാഗത്തുനിന്ന്, അതേപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും എംപ്ലോയി വിരുദ്ധമായിട്ടുള്ള, തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ വരുന്നത് ഇവർക്ക് യാതൊരു രീതിയിലുള്ള പ്രോപ്പർ ആക്സസ് ലഭിക്കുന്നില്ല, കംപ്ലൈന്റ് കേൾക്കുന്നില്ല, അതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. അതേ തുടർന്ന് ഇവർ നിയമ നടപടിക്ക് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ വീഡിയോയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവരുടെ സമരത്തിനിടയിലേക്ക് പോലീസ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സമരത്തെ ഒതുക്കുന്നതിന് വേണ്ടി സ്ഥാപനത്തിന്റെ ഉടമകളോ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റോ വരുത്തണമെന്ന് അറിയാൻ പാടില്ല. ആ രംഗം കൊണ്ടുവന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ ജോലി തന്നെ, ഞങ്ങൾ 2 മാസം കൊണ്ട് ഈ കടയാക്കി എടുത്തത് ഞങ്ങളുടെ കഷ്ടപ്പാടായത്. ഇവിടെ ഉള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഇതിനകത്തുള്ളവർക്ക് പരാതിയുണ്ട്. എല്ലാവരും പേടിച്ച് ഭയന്ന് നിൽക്കുക. ഇപ്പൊ തന്നെ ഒരാൾ പ്രതികരിക്കാൻ വന്നേ, ഇവിടെ നിന്ന് സാറ് പിടിച്ച് മാറ്റി. ഞങ്ങൾ പോകേണ്ട അടുത്ത് പോയി, ലേബർ ഓഫീസിൽ എല്ലായിടത്തും. സാറേ ഞങ്ങൾ എല്ലായിടത്തും പോയി പരാതി കൊടുത്തിട്ടാ വന്നത്. ലേബർ ഓഫീസിൽ ഞങ്ങൾ എല്ലായിടത്തും പോയി പരാതി കൊടുത്തിട്ടാ ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അത്യധികം രൂക്ഷമായ അനീതി അത് വിവിധ നിയമങ്ങളുടെ ലംഘനമായി കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ നേരിടുന്നുണ്ട്, ഈ തൊഴിലാളികൾ നേരിടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവര് നിയമ നടപടികളോട് മുന്നോട്ട് പോയെന്ന് പറയുന്നു. ലേബർ കമ്മീഷന്റെ അടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ നീതിപൂർവമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇവർക്ക് ലഭിക്കണം. അങ്ങനെ ഒരാളുടെ ജോലിയും അവരുടെ ജീവിത സാഹചര്യവും അനിശ്ചിതത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല. 2 മാസത്തേക്ക് ജോലിക്ക് ആൾക്കാരെ എടുക്കുക, കാര്യം കഴിയുമ്പോൾ പിരിച്ചുവിടുക. 10-12 വർഷം മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നവരൊക്കെ പുതിയ ഓഫർ കൊടുത്ത് കൊണ്ടുവന്നിട്ട് വലിയ വൻപിച്ച സെയിൽസ് കഴിഞ്ഞതിന് ശേഷം അവരെ പിരിച്ചുവിടാന്ന് പറയുന്നത് അങ്ങേയറ്റം അനീതി നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. 2 മാസത്തെ എംപ്ലോയ്മെന്റ് റെക്കോർഡ്സ് ഒക്കെ ഇവരെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുമോ? മറ്റൊരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ, അടുത്തൊരു സ്ഥാപനത്തിലേക്ക് അവർ ചെല്ലുമ്പോൾ ഈ ഒരു സംഭവം 2 മാസം മാത്രം ജോലി ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് നിയമ സംവിധാനത്തിൽ നിന്നും ഇവർക്കുണ്ടാവണം. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.